ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 4th സ്റ്റാൻഡേർഡിലെ EVSൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതിൻ്റെ തുടർച്ചയായിട്ട് ആണ് അടുത്തത്. അതിൽ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കരയിൽ ജീവിക്കുന്ന ജീവികളെക്കുറിച്ചും വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെക്കുറിച്ചും കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെക്കുറിച്ചും പറഞ്ഞായിരുന്നു. അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അഡാപ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞായിരുന്നു. മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവികളുടെ പ്ലാന്റ്സിൻ്റെയൊക്കെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഇവിടെ ഒരു കൊക്കിൻ്റെയും മീനിൻ്റെയും പടം കൊടുത്തിട്ടുണ്ട്. വി ഹാവ് എവറിത്തിങ് വി നീഡ് ടു ലീവ് ഇൻ ദ ഫീൽഡ്. ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം വയലിലുണ്ട്. ആര് പറയാണ്? സ്റ്റോക്ക് പറയുന്നതാണ്. അപ്പോൾ അടുത്ത ഫിഷ് പറയണം, വി ഹാവ് എവറിത്തിങ് വി നീഡ് ഇൻ ദ പോണ്ട്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ട്. വാട്ട് ഡസ് എ സ്റ്റോക്ക് ഗെറ്റ് ഫ്രം ദ ഫീൽഡ്? കൊക്കിന് വയലിൽ നിന്ന് എന്തെല്ലാമാണ് ലഭിക്കുന്നത്? എന്തൊക്കെയാണ് ലഭിക്കുന്നത്? സ്മാൾ ഓർഗാനിസംസ്, കുഞ്ഞു ജീവികളെ പിടിച്ച് തിന്നാറുണ്ട്. സ്മാൾ ഫിഷസ്, എർത്ത് വോം, ഇൻസെക്ട്സ്, അങ്ങനെ ഇതെല്ലാം കൊക്കിന് വയലിൽ നിന്ന് ലഭിക്കുന്നവയാണ്. ചെറുജീവികൾ, ചെറിയ മത്സ്യങ്ങൾ, മണ്ണിര, പ്രാണികൾ, ഇതെല്ലാം തിന്നാണ് കൊക്ക് ജീവിക്കുന്നത്. വാട്ട് ഡസ് എ ഫിഷ് ഗെറ്റ് ഫ്രം ദ പോണ്ട്? മത്സ്യത്തിന് കുളത്തിൽ നിന്ന് എന്തെല്ലാം ലഭിക്കും? വാസസ്ഥലം, പ്ലേസ് ടു ലീവ്, ഫുഡ്, ഓക്സിജൻ ഫോർ ബ്രീത്തിങ്. വാസസ്ഥലം, അതിൻ്റെ ഭക്ഷണം, ശ്വസിക്കാനുള്ള വായു എന്നിവ മത്സ്യത്തിന് കുളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, the environment in which an organism lives is its habitat. അപ്പോൾ ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം എന്ന് പറയുന്നത്. ഹാബിറ്ററ്റ് ഓർ ആവാസം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം. The environment in which an organism live is its habitat. A habitat contains everything that the organism need to survive. Ponds, rivers and fields are example of habitat. ഇത് ഇത്രയും പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഹാബിറ്ററ്റ് എന്ന് ചോദിച്ചാൽ നമുക്കിത് ഇത്രയും എഴുതാം. അപ്പോൾ ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഈ ഹാബിറ്ററ്റിൽ, ആവാസത്തിൽ ഉണ്ട്. കുളം, പുഴ, വയൽ എന്നിവ ആവാസങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ആവാസങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെ പറയാം? കുളം, പുഴ, വയൽ എന്നിവ ആവാസങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ്. ഹാബിറ്ററ്റിന്റെ എക്സാമ്പിൾസ് പോൺസ്, റിവർ ആൻഡ് ഫീൽഡ്. ഓക്കെ, അടുത്ത് നോക്കൂ. റൈറ്റ് മോർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്ററ്റ്. ഹാബിറ്ററ്റിന് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതാനാണ്. ആവാസങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ ഏതൊക്കെ പറയാം? ട്രീ, ഫോറസ്റ്റ്, പോൺസ്, റിവേഴ്സ്, ഫീൽഡ്സ്, മൗണ്ടെയ്ൻസ്, സീ, ഡെസർട്ട്, ഇതൊക്കെ ഹാബിറ്ററ്റിന് എക്സാമ്പിൾസ് ആണ്. വൃക്ഷം, വനം, കുളങ്ങൾ, നദികൾ, വയലുകൾ, മലകൾ, കടൽ, മരുഭൂമി, ഇതെല്ലാം ഹാബിറ്ററ്റ് ആണ്. അപ്പോൾ ഇത് ഓരോന്നെടുത്താൽ, ഒരു ട്രീ എടുത്താൽ അതിൽ എന്തോരം ജീവികളെ നമുക്ക് കാണാൻ കഴിയും അല്ലേ? അതിന് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അത് കണക്ക് തന്നെ ഒരു ഫോറസ്റ്റ് എടുത്താലും, പോണ്ട് എടുത്താലും, റിവേഴ്സ് എടുത്താലും, ഒരു പോണ്ടിൽ കിടക്കുന്ന ഫിഷിനെ എടുത്താൽ അതിന് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അതാണ് ഹാബിറ്ററ്റിന്റെ എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്ത് നോക്കൂ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാബിറ്ററ്റ്. വിവിധ തരം ആവാസങ്ങൾ. റിവർ, ഡെസർട്ട്, പോളാർ റീജിയൻ, മൗണ്ടെയിൻ, ഫോറസ്റ്റ്, സീ. നദി, മരുഭൂമി, ധ്രുവപ്രദേശം, പർവ്വതം, വനം, കടൽ, ഇതെല്ലാം വിവിധ തരം ഹാബിറ്ററ്റ് ആണ്. ഓക്കെ, a field is a habitat. It has many living and non-living things in it. Which are they? Discuss and write. നമ്മളിപ്പോൾ ഒരു ഫീൽഡ് എടുത്താൽ, അതായത് ഒരു വയൽ എടുത്താൽ, അതൊരു ആവാസമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അവിടെ എന്തെല്ലാം തരത്തിലുള്ള ജീവികൾ ഉണ്ടാവും? മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഉണ്ട് അല്ലേ?
വയലെടുത്തു കഴിഞ്ഞാൽ അതിൽ ജീവനുള്ളവയും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. അതിൽ ജീവനുള്ളത് ഏതൊക്കെ പറയാം നമുക്ക്? കുഞ്ഞു പ്ലാന്റ്സുകളുണ്ട്, ബേർഡ്സ് ഉണ്ട്, സ്മാൾ ഓർഗാനിസം ഒക്കെ ജീവനുള്ളവയിലുണ്ട്. ജീവനില്ലാത്തവ നോൺ ലിവിങ് തിങ്സിൽ ഏതൊക്കെ പറയാം? സോയിൽ, വാട്ടർ, സൺലൈറ്റ് അല്ലേ? ജീവനുള്ളവയിൽ സസ്യങ്ങൾ, പക്ഷികൾ, ചെറു ജീവികളൊക്കെ ഉണ്ട്. ജീവനില്ലാത്തവയിൽ ഏതൊക്കെ പറയാം? മണ്ണ്, ജലം, സൂര്യപ്രകാശം ഒക്കെ ഈ ഫീൽഡ് വയലിൽ വരുന്നതാണ് അല്ലേ? അടുത്ത് നോക്കൂ, ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ മോർ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഹാബിറ്ററ്റ്. നാച്ചുറൽ ഹാബിറ്ററ്റ് ഏതൊക്കെയാണെന്ന്, മാൻമെയ്ഡ് ഹാബിറ്ററ്റ് ഏതൊക്കെയാണെന്ന് പറയാനാണ്. നോക്കുക, ഫോറസ്റ്റ്, പോണ്ട്, ഡെസർട്ട് ഇതൊക്കെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ വരുന്നതാണ്. ടൗൺസ്, ഫാം ലാൻഡ്സ്, ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇതെല്ലാം മാൻമെയ്ഡ് ഹാബിറ്ററ്റ് ആണ്. പ്രകൃതിദത്ത ആവാസങ്ങൾ എന്ന് പറയുന്നത് വനം, കുളം, മരുഭൂമി, പിന്നെ മനുഷ്യനിർമ്മിത ആവാസങ്ങൾ എന്ന് പറയുന്നത് പട്ടണം, കൃഷിയിടം, ജൈവ വൈവിധ്യ ഉദ്യാനം ഇതെല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആവാസങ്ങളാണ്. ഓക്കെ, അടുത്ത് നോക്കൂ, ഒബ്സർവ് ദ പിക്ചർ, ഫൈൻഡ് ഔട്ട് ഹൂ ഡിപ്പെൻഡ്സ് ഓൺ ഹൂ, ഡ്രോ ലൈൻസ് ആൻഡ് കണക്ട് ദം ആൻഡ് പ്രിപ്പയർ എ നോട്ട്. നമുക്കറിയാം, ഈ ഒരു ഇത് കാണുമ്പോഴത്തേക്ക് ഗ്രാസ് ഹോപ്പർ എന്താണ് കഴിക്കുന്നത്? പ്ലാന്റ്സിനെ കഴിക്കുന്ന ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന ഫ്രോഗിനെ കഴിക്കുന്ന സ്നേക്കിനെ തിന്നുന്ന ഈഗിൾ. ആ ഒരു രീതിക്കാണ് പോകുന്നത് അല്ലേ? അപ്പൊ നമുക്കതൊന്ന് എഴുതാം. എങ്ങനെ? ഫൈൻഡ് ഔട്ട് ഹൂ ഡിപ്പെൻഡ്സ് ഓൺ ഹൂം. ഗ്രാസ് ഹോപ്പർ ഈറ്റ് ഗ്രാസ്, ഫ്രോഗ് ഈറ്റ് ഇൻസെക്ട്സ് ലൈക്ക് ഗ്രാസ് ഹോപ്പേഴ്സ്. അടുത്ത സ്നേക്ക് ഈറ്റ് ഫ്രോഗ്സ്. The birds like eagles eat the snakes. Some birds eat small creatures, fish and earthworms. Animals need water and air. The non-living components such as air, water, soil and sunlight are also required for plants to grow. അപ്പോൾ എന്താണ്? പുൽച്ചാടികൾ പുല്ല് ആഹാരമാക്കുന്നു, തവളകൾ പുൽച്ചാടികളെ പോലുള്ള പ്രാണികളെ തിന്നുന്നു, പാമ്പുകൾ തവളകളെ ഭക്ഷണമാക്കുന്നു, കഴുകന്മാരെ പോലുള്ള പക്ഷികൾ പാമ്പുകളെ ഭക്ഷിക്കുന്നു, ചില പക്ഷികൾ ചെറിയ ജീവികൾ, മത്സ്യങ്ങൾ, മണ്ണിര എന്നിവ ഭക്ഷിക്കുന്നു. ജന്തുക്കൾക്ക് ജലവും വായുവും ആവശ്യമാണ്. വായു, ജലം, മണ്ണ്, സൂര്യപ്രകാശം തുടങ്ങിയ ജീവനില്ലാത്ത ഘടകങ്ങൾ സസ്യങ്ങൾ വളരുന്നതിന് ആവശ്യമാണ്. അപ്പൊ ഇതെല്ലാം ഇന്റർഡിപ്പെൻഡ് ഡിപ്പെൻഡ് ചെയ്താണ് ഉള്ള കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അടുത്ത് നോക്ക്, എ ഹാബിറ്ററ്റ് കണ്ടെയ്ൻസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഒരു ഹാബിറ്ററ്റ് എടുത്താൽ ഒരു ആവാസത്തിൽ ജീവനുള്ളവയും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട് അല്ലേ? ജീവനുള്ള ഘടകങ്ങളും ഉണ്ട്, ജീവനില്ലാത്തവയായിട്ടുള്ള ഘടകങ്ങളും ഉണ്ട്. മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആണ് അല്ലേ? പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസം ആർ എക്സാമ്പിൾസ് ഓഫ് ലിവിങ് തിങ്സിന് പ്ലാന്റ്സ്, അനിമൽസ്, പിന്നെന്തോ മൈക്രോ ഓർഗാനിസം ഇതെല്ലാം ലിവിങ് തിങ്സ് ആണ്. നോൺ ലിവിങ് തിങ്സിൽ ഏതൊക്കെ പറയാം? സോയിൽ, എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ആർ നോൺ ലിവിങ് തിങ്സ്. അപ്പോൾ സൂക്ഷ്മജീവികൾ, സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവ ജീവനുള്ളവയ്ക്ക് ഉദാഹരണങ്ങളാണ്. മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം എന്നിവ ജീവനില്ലാത്ത ഘടകങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം, എന്താണ് എക്കോസിസ്റ്റം? ആവാസ വ്യവസ്ഥ. ആൻ എക്കോസിസ്റ്റം ഈസ് ആൻ എൻവയോൺമെന്റ് വെയർ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ലീവ് ഇൻ ഇന്റർഡിപ്പെൻഡൻസ്. അപ്പൊ ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്വത്തിൽ കഴിയുന്ന ചുറ്റുപാടിനാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. വൃക്ഷം, വയൽ, കുളം, അരുവി, കുന്ന്, കാവ് തുടങ്ങിയ ചെറിയ ആവാസ വ്യവസ്ഥകളാണ്. ഏതൊക്കെ പറയാം? വൃക്ഷം, വയൽ, കുളം, അരുവി, കുന്ന്, കാവ് എന്നിവ ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണമാണ്. വനം, അതൊക്കെ ചെറിയ ആവാസ വ്യവസ്ഥകളാണ്. വനം, പുൽമേട്, മരുഭൂമി, കടൽ എന്നിവ ധ്രുവപ്രദേശം തുടങ്ങിയ വലിയ ആവാസ വ്യവസ്ഥകൾക്ക് എക്സാമ്പിൾസ് ആണ്. അപ്പൊ പോണ്ട് എടുത്താൽ അതിൽ കുറച്ച് ജീവികളൊക്കെ കാണുള്ളൂ, എന്നാൽ ഒരു കടൽ എടുത്തു കഴിഞ്ഞാലോ അതിൽ ഒത്തിരി ജീവജാലങ്ങൾ ഉണ്ടാവും.
അപ്പോൾ ചെറിയ കുഞ്ഞു ആവാസ വ്യവസ്ഥയും വലിയ ആവാസ വ്യവസ്ഥയും ചേർന്ന് വരുന്നതാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതല്ലേ ജീവനുള്ളവയും വരും, ജീവനില്ലാത്ത ഘടകങ്ങളും വരും. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ആൻ എക്കോസിസ്റ്റം ഈസ് ആൻ എൻവയോൺമെന്റ് വെയർ ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് തിങ്സ് ലീവ് ഇൻ ഇന്റർഡിപെൻഡൻസ്. ട്രീസ്, ഫീൽഡ്, പോണ്ട്, സ്ട്രീംസ്, ഹിൽസ്, സ്കേറ്റ്, ഗ്രൂവ്സ് ആർ സ്മാൾ എക്കോസിസ്റ്റംസ്. ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ്സ്, ഡെസർട്ട്, സീസ്, പോളാർ റീജിയൻസ് ആർ ലാർജ് എക്കോസിസ്റ്റംസ്. ഓക്കെ, ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്വത്തിൽ കഴിയുന്ന ചുറ്റുപാടുകൾക്കാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൽ വൃക്ഷം, വയൽ, കുളം, അരുവി, കുന്ന്, കാവ് എന്നിവ ചെറിയ ആവാസ വ്യവസ്ഥകളാണ്. വനം, പുൽമേട്, മരുഭൂമി, കടൽ, ധ്രുവപ്രദേശം എന്നിവ വലിയ ആവാസ വ്യവസ്ഥകൾക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നോക്ക്, വാട്ട് ഈസ് ഇന്റർഡിപെൻഡൻസ് ഇൻ എക്കോസിസ്റ്റം? ഒരു ആവാസ വ്യവസ്ഥയിലെ പരസ്പര ആശ്രയത്വം എങ്ങനെയല്ലാണ് അതിന് എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് തന്നല്ലോ, ജീവനുള്ളവയും ജീവനില്ലാത്തവയും ചേർന്ന് വരും അല്ലെ. ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിൽ ഒരു ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട് ഇല്ലേ. അതിലെന്താ പറയാ, ദ ഫിഷ് ലീവ്സ് ഇൻ വാട്ടർ. ഫിഷിന് വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. ഈ ഫിഷ് എന്ന് പറയുന്നത് ജീവനുള്ള വസ്തു, വാട്ടർ എന്ന് പറയുന്നത് ജീവനില്ലാത്ത അല്ലെ. മത്സ്യങ്ങൾ ജലത്തിൽ വസിക്കുന്നു. ജലം എന്ന് പറയുന്നത് ജീവനില്ലാത്തത്, മത്സ്യങ്ങൾ എന്ന് പറയുന്നത് ജീവനുള്ളവ. അടുത്ത്, ജീവനുള്ള ഘടകങ്ങൾ തമ്മിലൊരു എന്തോന്ന് ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. നമുക്ക് അതിന് എക്സാമ്പിൾ എന്തോന്ന് പറയാം, ബിറ്റ്വീൻ ലിവിങ് തിങ്സിന് സ്നേക്സ് ഈറ്റ് റാറ്റ്സ് ആൻഡ് ഫ്രോഗ്. സ്നേക്സ് പാമ്പുകൾ എലികളെയും തവളകളെയും തിന്നുന്നു, ജീവനുള്ളവ തമ്മിലുള്ള ആ ഒരു ഇത്. ജീവനില്ലാത്ത ഘടകങ്ങൾ തമ്മിൽ ബിറ്റ്വീൻ നോൺ ലിവിങ് തിങ്സ് ദ പോണ്ട് ഡ്രൈസ് അപ്പ് ഡ്യൂ ടു ദ ഹീറ്റ് ഫ്രം ദ സൺ. സൂര്യന്റെ ചൂട് കാരണം കുളം വറ്റുന്നു. അതും ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് ആണ് അല്ലെ എക്കോസിസ്റ്റത്തിൽ. അപ്പൊ ഏതൊക്കെ പറയാം, ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, ബിറ്റ്വീൻ ലിവിങ് തിങ്സ്, ബിറ്റ്വീൻ നോൺ ലിവിങ് തിങ്സ്. അപ്പോൾ ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിൽ, പിന്നെ ജീവനുള്ള ഘടകങ്ങൾ തമ്മിൽ, ജീവനില്ലാത്ത ഘടകങ്ങൾ തമ്മിൽ. ഓക്കെ, അടുത്ത് നോക്കൂ, ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. ദാ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? മണ്ണിടിച്ച് ഒരു കുന്നിനെ ഇടിച്ച് നിരത്തുന്നത്, JCB ഒക്കെ വെച്ച് കുന്നും ഇടിച്ച് നിരത്തുന്നത്. ഹിൽ ഹാസ് സംതിങ് ടു സേ. കുന്നിനുമുണ്ട് പറയാൻ. ആവാസ വ്യവസ്ഥകളുടെ നാശം അങ്ങനെയാണ്. യു ക്യാൻ സീ. എന്താണ്, നമ്മുടെ നാട്ടിൽ പലയിടത്തും ഞങ്ങളെ കാണാം. കുന്നു പറയുന്നതാണ്. കുന്നു കയറാത്തവരായ ആരെങ്കിലും ഉണ്ടോ? മണ്ണിര മുതൽ കുറുനരി വരെ എത്ര ജീവികൾക്കാണ് ഞങ്ങൾ ആവാസം ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ വൈവിധ്യമാർന്ന സസ്യങ്ങൾക്കും ഞങ്ങൾ മഴവെള്ളം സംഭരിച്ചു വയ്ക്കുന്നു. പിന്നീട് കിണറുകളിലേക്കും അരുവികളിലേക്കും വയലുകളിലേക്കും ഞങ്ങൾ ഈ വെള്ളം നൽകുന്നു. കാറ്റിനെ നിയന്ത്രിക്കാനും ചൂട് കുറയ്ക്കാനും ഞങ്ങൾക്ക് കഴിയും. കണ്ടില്ലേ, ഞങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഞങ്ങളുടെ പ്രാധാന്യം മനുഷ്യൻ തിരിച്ചറിയുന്നുണ്ടോ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ യു ക്യാൻ സീ as in many areas in your place. Is there anyone who hasn't climbed a hill? We provide habitat for so many organisms, for earthworms, to foxes, and also for a variety of plants. We have store rainwater and later provide that water to wells, streams, and fields. We can control the wind and reduce the heat. Don't you see, we are to great crisis today. Do you realize our importance? അപ്പോൾ കുന്നുകൾ ഇടിച്ച് നിരത്തുമ്പോഴത്തേക്ക് എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് തിരിച്ച് നമുക്ക് നൽകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെ അതുപോലെ തന്നെ എന്തോന്നാണ്, കാറ്റിനെ നിയന്ത്രിക്കുന്നത്, ചൂട് കുറയ്ക്കുന്നത് ഒക്കെ ഈ കുന്നുകളാണ്. അപ്പോൾ ഇതിനൊക്കെ ഇടിച്ച് നിരത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ്, ചൂട് കൂടും, പിന്നെ എന്തോന്നാണ്, വെള്ളം കിട്ടാത്ത ഒരവസ്ഥ വരും. ആ ഒരു രീതിയിലോട്ട് മാറും അല്ലേ. നമുക്ക് ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം എങ്ങനെയൊക്കെയാണ്? വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ടു ഹാർംഫുൾ ടു ദ എക്കോസിസ്റ്റം? ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യന്റെ ഇടപെടലുകൾ എന്തെല്ലാമാണെന്ന്. ഡിമോളിഷൻ ഓഫ് ഹിൽസ്, കുന്നിടിക്കൽ. ഡിമോളിഷൻ ഓഫ് ഹിൽസ്, കുന്നിടിക്കൽ.
അടുത്തെന്തോന്നാണ്? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെ അമിത ഉപയോഗം. പിന്നെ എന്താണ്? ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. ഫീൽഡ് ഫില്ലിംഗ്, വയലുകൾ നികത്തൽ. പിന്നെന്തോന്നാ? ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കൽ. സാൻഡ് മൈനിങ്, മണൽ വാരൽ. ഇതൊക്കെ നമ്മുടെ ആവാസ വ്യവസ്ഥകളുടെ നാശത്തിന് കാരണമാകുന്ന മനുഷ്യരുടെ പ്രവൃത്തികളാണ്. ഇതെല്ലാം മനുഷ്യന്മാർ തന്നെയാണ് ഈ നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ തന്നെ നശിപ്പിക്കുന്നത് മനുഷ്യർ തന്നെ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കൂ, വാട്ട് ആർ ദ ഹാർംഫുൾ എഫക്ട്സ് വാനിഷിംഗ് ഓഫ് ഹിൽസ്? ഇപ്പൊ ഹിൽസ് ഇടിച്ചു നിരത്തുമ്പോഴത്തേക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നതെന്ന്. ദ ഓർഗാനിസം ഓൺ ദ ഹിൽ ലൂസ് ദെയർ ഹോം, കുന്നുകളിൽ ജീവിച്ചിരിക്കുന്ന ജീവികൾ നശിക്കുകയോ അവയുടെ വാസസ്ഥലം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. രണ്ടാമത്തെ, പ്ലാന്റ്സ് പെരിഷ്, സസ്യങ്ങൾ നശിക്കുന്നു. അടുത്ത, സ്ട്രീംസ് ഡ്രൈ, നീരുറവകൾ ഇല്ലാതാകുന്നു. വാട്ടർ സ്കേഴ്സിറ്റി ഒക്കേഴ്സ്, ജലക്ഷാമം അനുഭവപ്പെടുന്നു. നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെയർ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. കുന്നുകളിലെ മണ്ണ് നിക്ഷേപിക്കപ്പെടുന്ന, വയലുകൾ ഇല്ലാതാകുന്നു. അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ മനുഷ്യർക്ക് സംഭവിക്കുന്നുണ്ട് കുന്നുകൾ നശിപ്പിക്കുന്നത് വഴി. ഓക്കെ, മനസ്സിലായ? കുന്നുകൾ നശിപ്പിക്കുന്നത് വഴി എന്തെല്ലാം കാര്യങ്ങളാണ് ദോഷകരമായി സംഭവിക്കുന്നത്? കുന്നുകളിൽ ജീവിച്ചിരുന്ന ജീവികൾ നശിക്കുകയും അവയുടെ ആവാസ നഷ്ടമാകുകയും ചെയ്യുന്നു. കുന്നുകളിലെ മണ്ണ് നിക്ഷേപിക്കപ്പെടുന്ന, വയലുകൾ ഇല്ലാതാകുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ജലക്ഷാമം അനുഭവപ്പെടുന്നു. നീരുറവകൾ ഇല്ലാതാകുന്നു. സസ്യങ്ങൾ നശിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.